സുനിയോടെ പോയി. സുനിയ സുനിയ പെണ്ണായി പിറന്നെങ്കിൽ എന്ത് പാട്ടാണ് വെച്ചുകൊണ്ട് ചങ്ങാതിയെ? പാട്ടൊക്കെ പറയുന്നത് ഈ പാട്ട വെക്കാം. ഒരു താറവാട്ട് പത്ത് പെണ്ണുള്ളതല്ലേ ആ പാട്ട് നിർത്തേ. ഒരു പാട്ടാണത്. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരോ കണ്ണീര് കുടിക്കാൻ അമ്മ ഒരു പാട്ടൊക്കെ റിസപ്ഷൻ വെക്കല്. ഇതല്ലേ സൗണ്ട് ഏൽപ്പിച്ചേ? സൗണ്ട് ഏൽപ്പിച്ച ഞാൻ കേസറ്റായി തലയിൽ വെച്ചടക്കല. അത് അവനോട് പാട്ട് മാറ്റി വെക്കാൻ പറയും. ആര് പാട്ട് മാറ്റി? എന്തൊരു കേറി വരുന്ന സമയല്ലേ? ആള് കേറി മോളൊന്നും വിചാരിക്കാൻ. എന്താ പാട്ട് മാറ്റാടെ വരാം. ഇതൊക്കെ കൂടി അലാക്കിന്റെ അവലും കഞ്ഞി ആയല്ലോ. ഇത് എന്തൊക്കെ പാട്ട് എവിടെ ഒന്ന് അടിച്ചു പോളി പാട്ട് ഏതും വെക്കി ചങ്ങായി. പെണ്ണാണ് ഇന്ന് കല്യാണ ദിവസല്ലേ? ഇങ്ങനെ അടിഞ്ഞൂടെ? ഈ അല്ലേ നേരത്തെ നാളെ 2 ദിവസം മുന്നേ പറഞ്ഞിട്ട് ഭയങ്കര തറവാട് പറഞ്ഞ കുട്ടിയാന്നൊക്കെ. പൊന്നമ്പലത്തെ തറവാട്ടിലെ പെൺകുട്ടിയല്ലേ? ഇവളല്ലേ? ഇവളെ ഏതോ സൈക്കിൾ ബാലൻസ് ടീമാന്നാക്കിയോ? അല്ല എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടോ? ഇവിടെ തറവാടിച്ചെന്നല്ല വിളിക്കേണ്ടത്. പിന്നെ ഞാനൊന്നും പറയില്ല. അറിയോ, എന്റെ കൂടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ആളാണ് എന്റെ ചങ്ക് ബ്രോ. അതെ, പേര് സുനി. സുനി. ഞാൻ അനി. അനി സുനി എന്ന് എല്ലാരും അങ്ങനെ വിളിക്കുക ഞങ്ങളെ. ഞങ്ങൾ SLC വരെ ഒരുമിച്ചാ പോയത്. SLC ശേഷം തോറ്റുപോയി. ഞാൻ തോറ്റുപോയി. അതിനുശേഷം ഞങ്ങൾ പിരിഞ്ഞ സ്കൂൾ. അത് തോൽക്കാൻ കാരണമുണ്ട്. ഈ SLC പരീക്ഷ ഞങ്ങൾ രണ്ടാളും കൂടി എഴുതുന്ന സമയത്ത് ഈ SLCക്ക് ഒരു നമ്പർ തരുമല്ലോ. ഇത് പത്രത്തിലൊക്കെ വരുമല്ലോ. അതിന്റെ നമ്പർ എത്രയുണ്ടാ? എന്റെ 36-45 തോന്നുന്നു. അതിന്റെ 44-45. പിന്നെ ശരിക്കും പത്രത്തിൽ റിസൾട്ട് വന്നു 44-46 പോയി. ഒറ്റ നമ്പർ പോയി. ഒറ്റ നമ്പർ എന്താ ലോട്ടറിയോ? അങ്ങനെയല്ലേ? എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായിക്കോട്ടെ. ആയിക്കോട്ടെ. പിന്നെ ഞാൻ എന്നോട് കാര്യം പറയാനുണ്ട്. എന്തേലും പിന്നെ സാധനം ഈ 4 കേസാ തന്നത്. 4 കേസാന്ന് പറഞ്ഞിട്ട് എല്ലാം ഇഷ്ടം പോലെ ആൾക്കാർക്ക് കത്ത് കൊടുത്തി. ആ പിന്നെ ഈ നമ്മളെ സിന്തപ്പനും ടീമും വന്നിക്കിന് അവർക്ക് ഒരു 500 കൊടുക്കണം എന്നല്ല ഈ പറഞ്ഞ്. 500 ഒതുങ്ങൂല. 500 കൊടുക്ക്. 500 അവർ സിന്തപ്പനാണ് വേണ്ടത്. 500 ഓനെന്നെ വേണല്ലോ. 500 റുപ്യ പറഞ്ഞോ. 200 ഒന്ന് മുമ്പിലും വെക്കും, ഒന്ന് അരയിലും വെക്കും. എനിക്കൊന്ന് സ്റ്റഡി ആവും ചെയ്യാം. തുടരുത്. പാടെ ഉത്തരവാദിത്തം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ എന്നോട് ഒരു വാക്ക് പറയും, ഇന്നത്തെ ദിവസം ഞാൻ തൊടൂല. ഈ കിടന്ന ഭർത്താവ് പറയും തുടരുത്. തൊടൂലേ? കാരണം എന്താ അറിയോ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും എന്നാണ് ഏൽപ്പിച്ചത്. അത് ഞാനായിക്കോട്ടെ. ഇത് നോക്കിക്കോളാം. എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. അവിടെ ഞാൻ മേശയൊക്കെ തുടക്കാം. ഇത് പെട്ടെന്ന് സെറ്റാക്കുക. ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നല്ലേ. ആ വർത്താനം പറയരുത്. ഈ തൊടൂല എനിക്കറിയാം, അറിയാലോ. അതുകൊണ്ട് എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഭയങ്കര സ്നേഹിതനാ. അല്ല, സത്യത്തിൽ ഇത് എന്റെ കല്യാണമല്ലോ നിങ്ങളെ കല്യാണമാണ്? ശരിയാണല്ലോ പറഞ്ഞാൽ. ആരാ കല്യാണം? പുള്ളിയുടെ അല്ലേ? പുള്ളിയുടെ കല്യാണം അല്ലേ? അറിഞ്ഞില്ല കേട്ടോ. സോറി. ഞങ്ങൾ ഈ സെലിബ്രിറ്റീസുകളായതുകൊണ്ടേ എവിടെ ചെന്നാലും ഇങ്ങനെ ഇഴുകിച്ചേർന്നങ്ങ് എടുത്ത് ശീലിച്ചു പോയി. ഭക്ഷണം കഴിച്ചിട്ട് പോകണ്ടോ? ഭക്ഷണം കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഫോണേ അടിയിരിക്കട്ടെ. പിന്നെ അങ്ങനെ ഒറ്റ സെൽഫി ഒന്നും എടുക്കാൻ നിൽക്കരുതേ. നമുക്കൊരു സെൽഫി എടുക്കാൻ കിട്ടുക. ഇതിലിവിടെ കാണില്ലല്ലോ. അപ്പൊ പോകുന്ന വഴിക്കൊക്കെ ഞാൻ അത് കൊണ്ടിറക്കേണ്ടി വരുമോ?
എലിച്ചിൽ വേണ്ട നല്ല എത്തിയിൽ ഇപ്പം നമ്മൾ കല്യാണ വീട്ടിലെത്തി. മാമനാണ്, വകയിലൊരു മാമനാണ്. നമ്മളെ കല്യാണ വീട്ടിലെത്തി. ഇനിയേ ഒരു അക്ഷരം മിണ്ടരുത്, സംസാരിക്കാൻ പാടില്ല. ഞാനാരാ? ഞാൻ നിന്റെ അച്ഛനാണ്. അല്ലോ, അപ്പൊ അച്ഛൻ മോനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. എന്ത് കല്യാണം കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ വായ തുറക്കാൻ പാടില്ല. ബിരിയാണി ഒക്കെ തിന്നുമ്പോ വായ തുറക്കണ്ട. ബിരിയാണി വായിലില്ലടാ. എങ്ങനെയാടാ ബിരിയാണി തിന്നു? പൈസ കൊടുക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല. മാമ ഞങ്ങൾ പറയരുത്. നിങ്ങൾ എന്തായാലും സുമേഷിനെ കൂട്ടി തന്നെ വന്നല്ലോ. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാമിയോട് കൊണ്ടുവരണമെന്ന്. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും ഞാൻ പറയല്ലോ. ഞാനേ ഇതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് നിങ്ങളോട്. മാമ ഒന്ന് ശ്രദ്ധിക്കണം എന്നോട്. കുർത്തക്കേടൊന്നും കളിക്കല്ലോ. അടിക്കുന്ന ഒന്നും ചെയ്യല. പിന്നെ എന്താ മാമ? എവിടുന്ന് കിട്ടി? എവിടുത്തെ കിട്ടിയതോ? അങ്ങനെ ഞാൻ അല്ല, എവിടുന്ന് ഒപ്പിച്ച്? ഒപ്പിയെന്ന് പറഞ്ഞാൽ പത്രത്തിൽ പരസ്യം കൊടുത്താണ്. ആണോ? കോട്ടയത്താ വീട്. കോട്ടയത്താ? കോട്ടയത്ത്. നാട്ടിൽ നിന്ന് കിട്ടൂലല്ലോ. അല്ല അതിനല്ല, ഈ ചൊവ്വാദോഷമായിരുന്നല്ലോ. ആ, അതുകൊണ്ട് അങ്ങനെ ഒത്ത് കിട്ടിയത്. ചൊവ്വാദോഷം അതിന് കുഴപ്പമില്ല. എല്ലാ ദിവസവും ദോഷമായിക്കോളൂ കേട്ടോ. അത് കൊള്ളണ വർത്താനം പറയല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്. എന്തേ? ഏതായാലും ഇന്നത്തെ ദിവസം തന്നെ നല്ലൊരു ദിവസം. കല്യാണം നിശ്ചയത് വളരെ നന്നായി. അതെ, ഇന്ന് ആഗസ്റ്റ് 15. അതെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ഇന്ത്യ സ്വാതന്ത്ര്യം എന്നോടെ പോകും. അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ. നല്ല ദിവസമാണല്ലോ നോക്കി വെച്ചതാ. ചെക്കൻ എന്താ ചെറിയൊരു കുഴപ്പം പോലെ? അത് ചെക്കനെ ഈ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കണമെന്നേ 5-ാം വയസ്സ് കൊടുക്കാം. ഇവൻ ഈ ഭക്ഷണത്തിനോട് ഭയങ്കര ആക്രാന്ത. അന്ന് നേഴ്സുകൾ തുള്ളി ഇട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഒന്നായിട്ട് വായിച്ച് വായിലോട്ടായി. ആ മരുന്ന് ഫുള്ള് കംപ്ലീറ്റ് അകത്ത് പോയി. അതിനുശേഷം തുടങ്ങിയതാ. ഇനി ഇത് നിൽക്കണമെങ്കിൽ 60-ാം വയസ്സാവണം. അയ്യോ പാവം. എന്റെ മാഷ് എന്നെ പഠിപ്പിച്ച മാഷാണ്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? മാഷ് വന്നല്ലോ, സന്തോഷായി. സന്തോഷായി. അല്ല, സ്കൂളിൽ ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞാലും ഇപ്പൊ നമ്മള് പഠിപ്പിച്ച കുട്ടികളാണല്ലോ ഈ നാട്ടില്. സുന്ദര സുഖല്ലേ? സുന്ദരനെ ഞാൻ പഠിപ്പിച്ചാണ്. മോളെ ഇവനെ ഞാൻ പഠിപ്പിച്ചാണ്. സുന്ദരന്റെ മോനെ ഞാൻ പഠിപ്പിച്ചാണ്. ഈ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട കുട്ടികളൊക്കെ ഞാൻ പഠിപ്പിച്ച. റിട്ടയർമെന്റ് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് ക്ഷണിക്കും. അപ്പൊ അവിടെ പോവുക, കുട്ടികളെ കൂടെ കുറച്ചു നേരം വർത്താനം പറയുക, കവിതകൾ പാടുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണല്ലോ ഒരു നേരം പോകുന്നത്. ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ. എന്തായാലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും എല്ലാരും ഉണ്ട്. എല്ലാം ഞാൻ പഠിപ്പിച്ച മക്കൾ തന്നെയാണ്. സന്തോഷമായിട്ടോ? എല്ലാരും ഒന്ന് കാണാൻ പറ്റിയല്ലോ. അതന്നെ വരുന്നത്. എന്താന്നറിയില്ല, എന്നെ കാണുമ്പോ മോളെ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊന്നും എന്നെ മറക്കൂല. കാരണം എന്താന്ന് വെച്ചാല് ഞാന് ഈ 2 വിരൽ ചേർത്തിട്ട് പിൻഭാഗത്ത് തൊടേന്റെ അവിടെ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നുള്ളിയന്റെ പാട് കണ്ടോ പരിപാടിച്ച് കിടക്കുക. എന്റെ നുള്ളൽ ഒരുപാട് വാങ്ങിയാൽ ഒരാളാണ് ഈ നിക്കണത്. കണ്ടോ പരിപാടിച്ചിങ്ങനൊക്കെ. അല്ല, 8 വീല സരളാദേവി അന്നെ ഞാൻ ഉള്ളിണ്ടല്ലോ അല്ലേ? അതെ, അങ്ങോട്ട് പോണ്ട, വിവരം അറിയും. അല്ല മോളെ, ഞാനേ ഈ കാര്യങ്ങൾ ഓരോന്ന് ആലോചിക്കാ. സുനിയപ്പൻ എന്തായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്? 6 അടി നീളമുള്ള ഒരു പെണ്ണിനെ കിട്ടിയാലേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ. ഇതിപ്പോ എന്താ ഔട്ട്സ് ക്ലാസ്സോ? ലക്ക് മനസ്സിലായില്ല. എന്തൊക്കെ വാശി വിട്ട് നടന്ന. 5 അടിന്റെ കുറവല്ലേ ഉള്ളൂ. ഓ, ബാക്കി ഇനി കിട്ടിക്കോളൂ. ഇനി കിട്ടി മാമാന്ന് വിളിച്ചാൽ കോമാന്ന് വിളിപ്പിക്കരുത്. ഞാൻ കുടിച്ചെത്തുന്ന 3 കേസ് സാധനം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ്. 3 കേസ് സാധനം കഴിഞ്ഞ് ഇനിയിപ്പോ ഒരു കേസും കൂടി ഉള്ളൂ. എന്നെ ഒന്ന് മണക്കുണ്ടല്ലോ. ഇന്നോ ഈ അടിച്ചിടോ? എടാ, അമ്മാതിരി വിശ്വാസമില്ലാത്ത വർത്താനം ഈ പറയുന്നത്. ഈ ബാഹുബലി എന്ന് പറഞ്ഞേ? ബാഹുബലി എന്ന് പറഞ്ഞേ? കഴിക്കാൻ നിൽക്കുന്നേ. തുടരുത്. ഞാൻ അങ്ങനെ ചെയ്യടാ. ഞാൻ വന്നുണ്ടോ? വേറെ ആയിരിക്കും കൊടുക്കാണ്ടോ സാധനം? 5 നമ്മള് ഞാൻ വേറെ 3-4 സംശയമൊക്കെ വന്നു ഞങ്ങൾക്ക് കൊടുക്കാണ്ട്. കൊടുത്താലേ ഞാൻ പറയാം ആശ. എന്താ പോട്ടെ മോനിലെ. അല്ല, സുന്ദരന്റെ മോനെ
ഇവന്റെ കാര്യങ്ങൾ അറിയോ? ഇവൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല, എന്തോ ഒരു വികൃതിയാന്നറിയോ? പണ്ട് സ്കൂളില് എന്നെയും കമല ടീച്ചറേയും കൂടെ ഒന്നിച്ച് മൂത്രപ്പോരയിലാക്കിയിട്ട് വാതിൽ അടച്ചു പോയ എന്തൊരു വികൃതിയായിരുന്നുല്ലേ? അത് മാത്രല്ല, ഞാൻ ഒരു ദിവസം സ്കൂളിൽ ഇങ്ങനെ ഉച്ചക്കഞ്ഞി ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക, പിറകിലൂടെ വന്നിട്ട് എന്റെ മുണ്ടഴിച്ചിട്ട് പോയ ഇപ്പോഴും ആ വികൃതിത്തരത്തിന് ഒരു മാറ്റവും ഇല്ല. ഒരു ഓഗസ്റ്റ് 15 സുന്ദറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാനന്ന് ഓഗസ്റ്റ് 15 സ്കൂളിൽ കൂടി, ഞാനന്ന് അച്ഛമ്മാണല്ലോ. ആയിരിക്കുന്ന സമയത്തെ അച്ഛമ്മല്ല, ഹെഡ്മാഷ് ആയിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ രാവിലെ രക്ഷാക്കളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവരുടെ ഇടയിലേക്ക് കൊടി ഉയർത്താൻ വേണ്ടി ഞാനിങ്ങനെ ഗമയിൽ വരിക. അതിന് തൊട്ട് മുന്നേ വന്ന് ഈ കള്ള വികൃതി കുട്ടം വന്ന് കൊടി പൊന്തിച്ചു പോയത് എന്തൊരു വികൃതിയാന്നറിയോ? അല്ല അല്ലേ അല്ല, ഇപ്പോഴും ആ വികൃതിത്തരത്തിനൊന്നും ഒരു മാറ്റവും ഇല്ലല്ലേ? ഇവൻ അസ്ത്ര കുട്ടിയല്ല കേട്ടോ സുന്ദര, ഇവൻ വല്ലാണ്ട് വളർന്നു പോയി. ഓനെ സമർത്ഥനാണ്, മിടുക്കനാണ്. അല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. ഈ നക്കണ്ട കാര്യം പറഞ്ഞപ്പോഴാ ഭയങ്കര വിശപ്പുണ്ടല്ലേ? മാഷെ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. മോളെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. അതിനെന്താ വാങ്ങിക്കൊടുക്ക, അല്ലെങ്കിൽ അന്ന തിന്നളി സുന്ദര. വാ ഒരു വാ. ബിരിയാണി പോയോ? എന്താ ഇങ്ങനെ ഈ സാധനം വെച്ചിനോ? തൊട്ടില്ല മോനെ, തൊട്ടിട്ടില്ല. നല്ല മണക്കുണ്ടല്ലോ. മണക്ക് അത് സാധനം 3 കേസിട്ട് ആൾക്കാർക്ക് ഒച്ചെടുത്തി. ഓരടിക്കുന്ന സമയത്ത് ഇങ്ങനെ വെതറും. അപ്പൊ ഞാൻ മുമ്പിലല്ലേ, എന്റെ വിലയ്ക്ക് കുറെ വരും. ഒരു JCB കൊണ്ടൊന്നല്ലോ കൊരിയത്. അതല്ല, ഞാൻ വർത്താനം പറയല്ലോ. അപ്പൊ അതിലേക്ക് എത്ര 4 കേസിനൊക്കെ വരുമ്പോ എത്ര ഇങ്ങനെ ചലക്കല് ചങ്ങായിയെ. ഇത് ബാക്കിയുള്ള കാര്യങ്ങളും അടങ്ങി നിക്ക്. ഇവിടെ ഇറക്കാണ്ടോ? ഈ ഇത്ര ഫ്ലാറ്റായി കിടക്കുന്നവർക്ക് ഇറക്കാം. ഇതൊന്ന് അടങ്ങി നിക്ക്. ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടല്ലേ? എന്നിട്ട് ഇതിന്റെ ഓടിച്ചാടി നിക്കാത്ത ഇല്ല. ഒരു കാര്യങ്ങൾ നീ ഒന്നും പേടിക്കണ്ട. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? പരിപാടിയൊക്കെ കഴിഞ്ഞൊരു പരിപാടി ഇല്ല. പരിപാടി കഴിഞ്ഞിട്ടില്ല. നീ ചോറ് തന്നെ ആളുകളില്ലേ? ആ ചോറ് നിന്നോട്ട് കുറച്ച് ആൾക്കാർ തിന്നോട്ടെ. എന്നാ പിന്നെ ഞാൻ ബാക്കി പരിപാടി കൂടി അവസാനം ഒരു ഫുള്ളുണ്ടാവും. അത് ഞാൻ ആർക്കും കൊടുക്കാം. അത് എനിക്കുള്ളതാണ്. ഇനി ഫുള്ളും കഴിക്കാൻ പോവാ. പിന്നെ എത്രയൊക്കെ ഒഴിച്ചു കൊടുത്തിക്കാണ്ട് ഞാൻ പിന്നെ പൊട്ടനായിരിക്കില്ല. എന്തൊരു കഷ്ടം. ഇത് അലമ്പാക്കരുതേ. ഇല്ലല്ലോ ഈ അടിക്കണ്ടേ, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അടിച്ചാ മതി. നോക്കി അടുക്ക്. എന്തൊരു കഷ്ടയാണിത്. അങ്ങനെ ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ട്? പറ്റ അബദ്ധാടോ ഉള്ളത് പറയണല്ലോ. എന്തൊരു മോശമാണ്. ഇത്രയും ആൾക്കാരവിടെ കല്യാണത്തിന് വിളിച്ചു വരുത്തിയിട്ട് ഇവർക്ക് ഇങ്ങനത്തെ ചവറ് പോലത്തെ ഭക്ഷണം കൊടുക്കണ്. ആ ചിക്കൻ ഇങ്ങോട്ട് കടിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നില്ല. അമ്മാരി ഒരു അബദ്ധം പോട്ട്. എന്താണ് ചെക്കന ബിരിയാണി അല്ല മാഷേ, 4 ബിരിയാണി. മാഷല്ലേ പറഞ്ഞേ ബിരിയാണി മോശാണെന്ന്? ബിരിയാണി മോശമാണ്, ചിക്കന് വലിച്ചിട്ട് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, വീട്ടില് മോളും കുട്ടികളൊക്കെ വന്നിട്ടേ, കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പൊ ഇവള് ഇവിടുന്ന് പോകുമ്പോ ഞാൻ പഠിപ്പിച്ച അബ്ദുറഹ്മാനാണല്ലോ അവിടെ വെക്കണം. പോകുമ്പോ ഇഞ്ഞ് വന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞില്ല, അങ്ങനെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ. അവിടെ പ്രശ്നമില്ല, അവിടെ വീട്ടിൽ കഴിച്ചോട്ടെ, അവര് കഴിക്കുന്നതിന് എന്താണ് അങ്ങനത്തെ ഇതല്ലേ പറഞ്ഞുള്ളൂ. എന്നാ മാഷിനെ എടുത്താലേ. എല്ലാരും പോയിട്ട് റെഡി കഴിഞ്ഞു. എല്ലാരും പോയടാ. എല്ലാരും വിട്ടോ? എല്ലാരും പോയി. പരിപാടി കഴിഞ്ഞ് എല്ലാ എന്താ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ മണിയറ പോവാ. മണിയറയിലേക്ക് വരെ. അതെ അതെ അതെ, അതൊരു നല്ല മുഹൂർത്താണല്ലോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ മണിയറൊക്കെ റെഡി അല്ലേ? നമ്മൾ ഇവരെ മണിയറയിലേക്ക് അങ്ങോട്ട് ആക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനൊക്കെ അങ്ങോട്ട് പോയിക്കോളി. പരിപാടികളൊക്കെ ആയിക്കോളി. അവിടെ എല്ലാം റെഡിയാക്കി വയ്ക്കും. ഞാൻ കുറച്ചും കൂടി ചില്ലറ പണിയും കൊണ്ട് അതും കൂടി കഴിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ചെല്ലിട്ടോ മകളെ. മണിയറ റെഡിയാക്കി കിട്ടോ വേഗം. ആയിക്കോട്ടെ. പോവാ. അതൊരു ഓളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അവന്റെ തലയ്ക്ക് തന്നെ ഓളാണ്. പിന്നെ വല്ല കാര്യമുണ്ട്. മോളെ
ഒരാളെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാല് ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് ഈ ആദ്യ രാത്രി എന്നൊക്കെ പറയുന്നത്. അത് ഈ പുരാണ സാഹിത്യങ്ങളിലാണെങ്കിലും ദേവന്മാര് അസുരന്മാരൊക്കെ ആണെങ്കിലൊക്കെ അവർക്കൊക്കെ ഈ ആദ്യരാത്രിനെ കുറിച്ച് വലിയ വലിയ കവികളൊക്കെ എഴുതിയിട്ടുണ്ട്. കേട്ടില്ലേ? മന്ത്രിക്കും മധുവിധു രാത്രി എന്നൊക്കെ. അതൊക്കെ മലയാളത്തിന്റെ കാവ്യസങ്കല്പത്തിന്റെ അങ്ങേ തലയായിട്ടുള്ള പാട്ടുകളാണ് മലയാളത്തിലെ. അല്ല, ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ എനിക്കിപ്പോഴും അവർ ബഹുമാനം പോയില്ല. ജയിച്ചില്ലല്ലോ. തൊട്ടില്ല. അല്ല മാമൻ പോയില്ല. എന്താ ചെങ്ങായി ഒരു മാമൻ എന്തത് കടലാമയോ ചെക്കട്ടത്? അല്ല, നിങ്ങൾ പൊയ്ക്കൂടെ? ഒരു ആദ്യരാത്രിയല്ലേ ഒന്ന് ആഘോഷമായിട്ട് നിങ്ങൾ ഇത്താർമാരി എന്റെ മരുവനാണല്ലോ. മരുവനാച്ചാ കൂടെ അങ്ങോട്ട് കിടന്നോളി. ഇല്ല, മാമനാന്നുള്ള ഇതൊക്കെ കേൾക്കാൻ പോകണു. കളി മാസം ഒന്ന് പറഞ്ഞു പഠിക്കും. എന്തിത്താണ് ഇവരൊക്കെ കളിച്ചത്? പോയിട്ടാണ് മരുവനെ കാണാം, നമുക്ക് കാണാം. ആയിക്കോട്ടെ. ഈ വന്നത് നന്നായി. ഞാനിങ്ങനെ വിചാരിക്കും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചെക്കൻ ഒരു പെണ്ണിനെ കിട്ടി. അവർക്ക് ഈ രാത്രി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാനുണ്ടാവൂലേ? അതിന്റെ ഇടയിൽ വന്ന് ഇങ്ങനെ വെറുപ്പിക്കുക. എന്നാ അവർക്കൊരു തിരിച്ചറിവ് വേണ്ടേ? ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു മറ്റുന്ന ഈ മലയാളത്തിന്റെ കാവ്യ ശാഖേനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ബഹുമാനിക്കണ്ട. ബഹുമാനിച്ചല്ല, മടുക്കൂത്തില്ല. ഇറങ്ങി അല്ല, ഞാൻ ഇവരോട് ഒരു കാര്യം തുളയ്ക്കാമല്ല. കൊറേ നേരം ദിവസമാണ് മാസേ എന്നാ വിളിച്ചത്. ഇവിടെ കിടന്ന് താർപ്പായി വിരിച്ചെടുക്കാൻ കിടക്കല. ഞാൻ അവർക്ക് അറിയാത്ത അറിയാനോടോ? എന്ത് കുരിപ്പാണ് ഈയൊക്കെ മാസ ഗുരുത്വം അറിയുന്ന ഉള്ള പങ്ങിയ വേർപ്പിക്കല്. രാവിലത്തെ എപ്പം വന്ന് കിടക്കണ്ട്. ശ്രീബോധിക്ക് വെച്ചായി വൈകുന്നേരം അടുത്തുണ്ടോണ്ട്. അതാണ് മോളെ, നിങ്ങൾ ഇനി ഒരുത്തനും വരില്ല. ഞാൻ വാങ്ങണ ഇപ്പൊ മോളെ പാലെടുക്കും മോളെ, പാലെടുക്കടാ. തോക്ക് കൊടുക്കടാ. ഞാൻ കുടി മോളെ, കുടി കുറച്ച് വണ്ണം കൊടുക്കും. പോയിക്കണ്ടല്ലോ. ആ കൊടി. അല്ല, ഞാൻ വിടാം. അടുത്തിരടാ. ഞന്ന് ഒറ്റിങ്ങോട്ട് ഞങ്ങളെ തുടങ്ങിക്കോളി. എന്ത് കൊടുക്കേ? എന്ത് തുടങ്ങിക്കോളിടോ? എനിക്കാ എന്താ വിചാരിച്ചേ? ഞാൻ അടക്ക് അങ്ങനെ നോളെ. എങ്ങനെ നിൽക്കണ്ടേ? പുറത്തോ അന്നെ പുറത്തു പോവാനേ. എന്താ എന്ത് സ്നേഹിതനാടോ? ആദ്യ രാത്രി അല്ല വീട്ടിൽ റൂമിൽ കയറിയിരിക്കണേ. ഇയ്യല്ലടാ പറഞ്ഞു ആദ്യം തൊട്ട് അവസാനം വരെ വേണം എന്നോട്. അത് വിചാരിച്ചിട്ട് ഈ സ്ഥലത്തും വേണമെന്നാ? അവസാനം ഈ എന്നെ പിടിച്ച് കരുവേപ്പിലമായി പുറത്താക്കല്ലേ? അല്ല ചങ്ങായ, എന്റെ ആദ്യ രാത്രിക്ക് ഞാൻ കയറിയിരുന്നില്ല ഇവിടെ. കരന്റെ കൊള്ളരുതായ്മ. എന്റെ ഡീസന്റ് അത്. ഇവിടെ ഇരിക്കാൻ പാടില്ല. പുറത്തോ? ഞാൻ പുറത്തു പോവാ. നമുക്ക് നാളെ രാവിലെ കാണാം. ഇപ്പൊ ശരിയല്ല, കണ്ടീഷൻ മോശമാണ് എന്റെ. ഞാൻ ആ സൈഡിൽ നിന്നോട്. ഏത് സൈഡില്? ഈ പുറത്തു പോ. അതിലൊടിച്ച എന്ത് ജാതി ശല്യങ്ങളാണ്. സ്നേഹിതനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാഷോ പോട്ടെ, അങ്ങനത്തെ ഒരു മനുഷ്യനാന്ന് വിചാരിക്കാം. പ്രായമൊക്കെ ആയിപ്പോയി. ഇവൻ എന്ത് ചങ്ങായി? ഞാനൊരു കാര്യം മറന്നുപോയി. എന്തേ? വേറെ ഒന്നല്ല, അത് ഞങ്ങൾ ഇരുന്നോണ്ട് ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ ഈ മൊബൈലില് മൊബൈല് എന്റെ ഈ മൊബൈല് ഞാൻ ഇവിടെ അങ്ങനെ വെച്ചാ ഇവിടെ അങ്ങനെ വെച്ചാ അനക്ക് പ്രശ്നമുണ്ടോ? അനക്ക് പ്രശ്നമുണ്ടോ? എന്റെ അവിടെ വെക്കണേ. അതവിടെ നിന്നോട്ടെ, അതൊന്നും ചെയ്യില്ല. അതവിടെ നിന്നോളൂ. നാളെ രാവിലെ ഞാൻ എടുത്തോണ്ടിക്കോളാം. എന്തിന് രാവിലെ കൊണ്ടോണം? ഇപ്പം തന്നെ കൊണ്ടോണത്? ഏതായാലും ലൈവ് കാണാൻ പറ്റില്ല. റീടെലികാസ്റ്റിംഗിൽ ഞാൻ കാണണം. കൊണ്ട് പോടാ.